എല്ലാവർക്കും നമസ്കാരം. AKC ലേൺ ഹെൽപ്പർ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജനറൽ നോളജിൻ്റെ ആദ്യ പാഠങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുകയോ എഴുതുകയോ ചെയ്യുമ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളേണ്ട കുറേ ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളെ സെൻറ്റൻസ് സ്ട്രക്ചർ അഥവാ വാചകഘടന എന്ന് പറയുന്നു. സബ്ജക്റ്റ്, ഓക്സിലിയറി വെർബ്, വെർബ്, ഒബ്ജക്റ്റ് എന്നിവയാണ് ഇംഗ്ലീഷ് വാചകത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ആദ്യം സബ്ജക്റ്റ്. ഒരു വാചകത്തിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്ന ആളിനെ അല്ലെങ്കിൽ വസ്തുവിനെ സബ്ജക്റ്റ് എന്ന് പറയുന്നു. ഉദാഹരണം, ഞങ്ങൾ കളിക്കുകയാണ്. ഇവിടെ ഞങ്ങളാണ് സബ്ജക്റ്റ്. കാരണം കളിക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്നത് ഞങ്ങളാണ്. മറ്റൊരു ഉദാഹരണം നോക്കാം. അമ്മ പാചകം ചെയ്യുകയാണ്. ഇവിടെ അമ്മയാണ് സബ്ജക്റ്റ്. കാരണം പാചകം ചെയ്യുക എന്ന പ്രവൃത്തി ചെയ്യുന്നത് അമ്മയാണ്. മറ്റൊരു ഉദാഹരണം നോക്കാം. അവൾ ചിരിക്കുകയാണ്. ഇവിടെ ചിരിക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്നത് അവളായതുകൊണ്ട് അവളാണ് സബ്ജക്റ്റ്. പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, ദാറ്റ്. കൂടാതെ ആളുകളുടെ പേരുകൾ രാജു, രാധ, റാണി, ഷീല തുടങ്ങിയവയും അമ്മ, അച്ഛൻ, സഹോദരി, സഹോദരൻ തുടങ്ങിയവയെല്ലാം. കൂടാതെ ജീവനുള്ള ഏത് വസ്തുവും സബ്ജക്റ്റായിട്ട് വരാം. അടുത്തത് ഓക്സിലിയറി വെർബ്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് ഓക്സിലിയറി വെർബ്. പ്രധാനപ്പെട്ട ഓക്സിലിയറി വെർബുകളെ പരിചയപ്പെടാം. ഈസ്, ആർ, ആം, വാസ്, വയർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, വിൽ, ഷാൾ, വുഡ്, ഷുഡ് എന്നിവയാണ് സാധാരണ ഉപയോഗിക്കുന്ന ഓക്സിലിയറി വെർബ്സ്. അടുത്ത വെർബ്സ് അഥവാ ക്രിയകൾ. ഒരു ജീവനുള്ള വസ്തു ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും വെർബ്സാണ്, ക്രിയകളാണ്. വെർബ്സിന് 3 രൂപങ്ങളുണ്ട്. അത് നമുക്ക് പിന്നാലെ പഠിക്കാം. ഇനി അടുത്ത പ്രസൻറ്റ് ടെൻസ്, വർത്തമാനകാലം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാൻ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. എല്ലാ കാലങ്ങൾക്കും ഇംഗ്ലീഷിൽ 4 വിഭാഗങ്ങൾ ഉണ്ട്. ഒന്നാമതായി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം പറയാൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഉദാഹരണമായി, അവൻ എഴുതുന്നു. നമുക്കറിയാം, ഒരു വാചകത്തിൽ സബ്ജക്റ്റ്, ഓക്സിലിയറി വെർബ്, വെർബ്, ഒബ്ജക്റ്റ് എന്നിവ ഉണ്ടായിരിക്കും. എല്ലാ വാചകങ്ങളിലും ഒബ്ജക്റ്റ് വരണമെന്നില്ല. ഇവിടെ സബ്ജക്റ്റ് ഹി, അവൻ, വെർബ് റൈറ്റ്, എഴുതുക എന്ന വാക്കാണ്. ഈ വാചകത്തിൽ ഒബ്ജക്റ്റ് ഇല്ല. അവൻ ഒരു ബുക്കിൽ എഴുതുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ബുക്കിനെ നമുക്ക് ഒബ്ജക്റ്റായി കാണാമായിരുന്നു. ഈ വാചകത്തിലെ സബ്ജക്റ്റ് ഹി, അവൻ, വെർബ് റൈറ്റ്, എഴുതുക. എഴുതുക എന്ന വെർബിനെ നമുക്ക് എഴുതുന്നു എന്ന രൂപത്തിലാക്കണം. അങ്ങനെ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഓക്സിലിയറി വെർബ് ഉപയോഗിക്കണം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലിയറി വെർബുകളാണ് ഡു ആൻഡ് ഡസ്. സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ അതിൻ്റെ കൂടെ ഡസ് ആണ് ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ അതിൻ്റെ കൂടെ ഡു ആണ് ഉപയോഗിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ നോക്കാം. ഹി ഡസ്, ഷീ ഡസ്, ഇറ്റ് ഡസ്, ക്യാറ്റ് ഡസ്, രാജു ഡസ്, റാണി ഡസ് തുടങ്ങിയവ. സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ ഐ ഡു, യു ഡു, ദേ ഡു, വി ഡു, രാജു ആൻഡ് റാണി ഡു. ഇവിടെ അവൻ എഴുതുന്നു. സബ്ജക്റ്റ് ഹി, വെർബ് റൈറ്റ്, ഓക്സിലിയറി വെർബ് ഡസ്. അതായത് സബ്ജക്റ്റ് പ്ലസ്
ഓക്സിലിയറി വെർബ് പ്ലസ് വെർബ്. ഹി ഡസ് റൈറ്റ്, അവൻ എഴുതുന്നു. മറ്റൊരു ഉദാഹരണം, അവൾ എഴുതുന്നു. ഷീ ഡസ് റൈറ്റ്. എന്നാൽ സാധാരണ എഴുതുമ്പോഴോ പറയുമ്പോഴോ ഷീ ഡസ് റൈറ്റ് അല്ലെങ്കിൽ ഹി ഡസ് റൈറ്റ് എന്ന് പറയാറില്ല. മറിച്ച് ഷീ റൈറ്റ്സ് അല്ലെങ്കിൽ ഹി റൈറ്റ്സ് എന്നേ പറയാറുള്ളൂ. അതായത് ഡസിൻ്റെ കൂടെ വെർബ് വരുമ്പോൾ വെർബിനോടൊപ്പം എസ് ചേർത്ത് പറഞ്ഞാൽ മതി. ഉദാഹരണമായി, അവൻ കളിക്കുന്നു. ഹി ഡസ് പ്ലേ ഈസ് ഈക്വൽ ടു ഹി പ്ലേസ്. അവൾ വരുന്നു. ഷീ ഡസ് കം ഈസ് ഈക്വൽ ടു ഷീ കംസ്. ഐ ഡു റൈറ്റ് ഈസ് ഈക്വൽ ടു ഐ റൈറ്റ്. വി ഡു കം ഈസ് ഈക്വൽ ടു വി കം. അതായത് പ്രസൻറ്റ് ടെൻസിലെ ഡു ചേർന്ന് വരുന്ന ഏതെങ്കിലും വാചകമുണ്ടെങ്കിൽ ഡു ഒഴിവാക്കി വെർബ് മാത്രം പറഞ്ഞാൽ മതി. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അവർ വെള്ളം കുടിക്കുന്നു. അവർ വെള്ളം കുടിക്കുന്നു. ദേ ഡ്രിങ്ക് വാട്ടർ. ദേ ഡ്രിങ്ക് വാട്ടർ. ഞങ്ങൾ വരുന്നു. ഞങ്ങൾ വരുന്നു. വി കം. വി കം. നിങ്ങൾ ഓടുന്നു. നിങ്ങൾ ഓടുന്നു. യു റൺ. യു റൺ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കൂടുതൽ പാഠങ്ങളും കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വരാം. See you guys. Thank you.